ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. സിലിണ്ടറുകളുടെ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ കർശന നടപടികൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാ അംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും നിലപാട്. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂരിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി രൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ചില ഹോട്ടലുകൾ വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. മധ്യകേരളത്തിൽ കൊച്ചി ഉദയംപേരൂരിലുള്ള പ്ലാന്റിൽ നിന്നാണ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ് പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടർ വിതരണം ചെയ്തിരുന്നുവെങ്കിലും അതും ഏറെക്കുറെ നിലച്ചു. സർക്കാർ തലത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും കാര്യക്ഷമമല്ല. അതേസമയം സിലിണ്ടറുകളുടെ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ നടപടികളുമായി കേന്ദ്രം രംഗത്തെത്തി. സംസ്ഥാനങ്ങളിൽ വ്യാപക പരിശോധന നടത്തിവരികയാണ്. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഇരിങ്ങാലക്കുട നഗരമധ്യത്തിലെ പ്രധാന ഹോട്ടൽ അടച്ചുപൂട്ടി. ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കൊളംബോ ഹോട്ടലാണ് ഇന്ന് അടച്ചുപൂട്ടിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടിയതെന്ന് ഹോട്ടൽ അധികൃതർ പറഞ്ഞു. പാചകവാതക ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI ബ്ലോക്ക് കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, CK ഹാരിസ്, CS സുജിത്, റീമ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. ഒരു പാർട്ടിയുടെയും ഭാഗമായി നിൽക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. K കരുണാകരന്റെ കാലത്താണ് തനിക്ക് ജോലി കിട്ടിയത്. ഇടതുകാലത്തും നന്നായി പരിഗണിച്ചിട്ടുണ്ട്. 3 പാർട്ടിയുമായി ബന്ധമുണ്ട്. അടുത്തിടെ പ്രധാനമന്ത്രിയുടെ ദൂതൻ വന്നു കണ്ടിരുന്നു. സുരേഷ് ഗോപിയും വിളിച്ചു. ഇടതുപക്ഷവും കോൺഗ്രസും മത്സരിക്കുന്നോ എന്ന് ചോദിച്ചിരുന്നു. നിലവിൽ എല്ലാവരിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം തുടർന്നും ലഭിക്കാനാണ് താൽപര്യം. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാ അംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും IM വിജയൻ വ്യക്തമാക്കി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫസ്റ്റ് 86-87 കരുണാകരൻ സാറുള്ളപ്പോഴാണ് ജോലി കിട്ടിയത്. 87 അപ്പോയിൻമെൻ്റ് ആയത്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ കളിച്ച് കേരള പോലീസിൽ കളിച്ച് പിന്നെ 91 മോഹൻബാലിൽ പോയി തിരിച്ചു വന്നു. കഴിഞ്ഞിട്ട് 93 തിരിച്ചു വന്നിട്ട് സന്തോഷ് ട്രോഫി വിൻ ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോഴേക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കരുണാകരൻ സാർ തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ പ്രൊമോഷൻ മേടിച്ചില്ല. കാരണം ഞാൻ കൽക്കട്ടയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി 16 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. വീണ്ടും കേരള പോലീസിൽ കയറാൻ വേണ്ടി. അപ്പം ഇന്ന് റസാൻ സാറുണ്ട്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റാണ്. പിന്നെ സന്തോഷുണ്ട്, പിന്നെ സുധീറുണ്ട്. അവരെ എഴുതിയിട്ട് ഷബ് സാർ പറഞ്ഞ് നിങ്ങൾക്ക് പോലീസിൽ കയറേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞ് കയറണം എന്ന് പറഞ്ഞു. 2 കൊല്ലം വന്നിട്ട് സെവൻസ് കളിച്ച് നടന്നു. ഒരു തോന്നി എനിക്ക് പോലീസിൽ കയറണം. അപ്പം അന്ന് കൊടിയേരി സാറാണ് ആഭ്യന്തരമന്ത്രി. അപ്പോൾ കൊടിയേരി സാറിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുകൊടുത്തു. ഇങ്ങനെ പേപ്പർ എഴുതി കൊണ്ടുകൊടുത്ത് പറഞ്ഞ് എന്താ പോലീസ് പേടിച്ചിട്ടാണോ പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അതല്ല, വീടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും അല്ല കൽക്കട്ടയിൽ നിന്ന് മറ്റേ ഒരിക്കലും വിളിച്ചില്ല, ഇതേവരെ ലൈഫിൽ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ ദാസ്മുഷൻ എന്നിട്ട് പ്രസിഡന്റ് ഉണ്ടായിരുന്നു പണ്ട്. ആൾ മരിച്ച്, ആൾ കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ ആളുടെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ഇലക്ഷൻ വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിപ്പോൾ അടുത്ത് ഒരു 3 ആഴ്ച മുന്നേ അത് മോദി
സാർ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ തന്നെ പോയി പിക്ക് ചെയ്തതാണ് രജിസ്ട്രേഷന്. എന്നിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വളർന്ന് ഇലക്ഷൻ ലഡേക്കാണ്. ഞാൻ പറഞ്ഞ ഇല്ല സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം മതി, എനിക്ക് വേറെ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, എല്ലാവരും വേണം എനിക്ക്. നാട്ടികയിൽ CC മുകുന്ദന് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസ് തീരുമാനം വൈകുന്നു. ചർച്ചകൾ നടന്നിരുന്നെങ്കിലും മുകുന്ദന് കോൺഗ്രസ് ഉറപ്പൊന്നും നൽകിയിട്ടില്ല. നാട്ടികയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് DCC KPCC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി കാര്യത്തിൽ 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് മുകുന്ദന്റെ തീരുമാനം. കോൺഗ്രസിന്റെ മറുപടി അനുകൂലമല്ലെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ യോഗം വിളിച്ച് തുടർ തീരുമാനങ്ങളെടുക്കും. മുകുന്ദനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് BJP നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പിന്തുണച്ചില്ലെങ്കിൽ BJPയുടെ പിന്തുണ സ്വീകരിക്കുമോ എന്നതിൽ CC മുകുന്ദൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. ജനകീയ റോഡിൽ പുന്ന വീട്ടിൽ ജഗന്നിവാസൻ, സഹോദരി നന്ദിനി, കറുത്തവക ഗംഗാധരൻ, കൊച്ചുപറമ്പിൽ അമൽ എന്നിവർക്കാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. ജഗന്നിവാസൻ വീട്ടിൽ വളർത്തിയിരുന്ന നായയാണ് ആക്രമാസക്തനായത്. ജഗന്നിവാസനെയും സഹോദരിയെയും ആക്രമിച്ച ശേഷം നായ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഗംഗാധരനെ ശരീരമാസകലം നായ കടിച്ചുകീറി. മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അമലിന് കടിയേറ്റത്. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. പേവിഷബാധ ലക്ഷണങ്ങളോടെ ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശബരിമല യുവതീ പ്രവേശന കേസിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ ഇന്ന് നിലപാട് അറിയിക്കും. യുവതീ പ്രവേശനത്തെ എതിർത്തുള്ള സത്യവാങ്മൂലമാണ് സമർപ്പിക്കുക. ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. കേസിലെ എല്ലാ കക്ഷികൾക്കും സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. അടുത്ത മാസം 7 മുതലാണ് 9-അംഗ ബെഞ്ച് വാദം കേൾക്കുക. 2018 സെപ്റ്റംബർ 8-നായിരുന്നു യുവതീ പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധി വന്നത്. പുനഃപരിശോധനാ ഹർജികൾ വന്നപ്പോൾ സർക്കാർ വിധിയെ അനുകൂലിച്ചിരുന്നു. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലെ അമ്യൂണിറ്റി സെന്ററിൽ നിന്നും ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകുന്നു. ഇന്ന് രാവിലെ മുതലാണ് മാലിന്യം പുറത്തേക്കൊഴുകി തുടങ്ങിയത്. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം രൂക്ഷമാണ്. കുടുംബശ്രീയുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഹോട്ടലുകൾക്ക് സമീപത്താണ് മാലിന്യം ഒഴുകുന്നത്. അമ്യൂണിറ്റി സെന്ററിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീക്കാണ്. മാലിന്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ കന്നുകാലി ഫാമിലെ മാലിന്യം തോട്ടിൽ തള്ളുന്നതായി പരാതി. മേത്തല അഞ്ചപാലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കന്നുകാലി ഫാമിൽ നിന്നുള്ള മാലിന്യം പൊതുതോട്ടിലേക്ക് തള്ളുന്നത് പതിവാണ്. മാലിന്യം വന്നടിയുന്നതുമൂലം ദുർഗന്ധവും കൊതുക് ശല്യവും കൊണ്ട് പരിസരവാസികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഫാമിലെ ചാണകവും ഗോമൂത്രവും അടക്കമുള്ള മാലിന്യം രാത്രികാലങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് തോട്ടിലേക്ക് പമ്പ് ചെയ്യുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. വടക്കേ സൈഡിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പുറത്ത് അബീബ് എന്ന് പറയുന്ന ആള് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാമിൽ നിന്ന് ഭയങ്കര ദുർഗന്ധമാണ്. 6 മണിയാകുമ്പോൾ തുടങ്ങും വെള്ളം തോട്ടിലേക്ക് അടിച്ചൊഴിക്കുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. 6 മണിയായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. അത്രയും മണമാണ്. അത് ഫാമിലെ മണം പോലെയല്ല തോന്നുന്നത്. ഇത് കക്കൂസ ടാങ്ക് ഇങ്ങനെ മാലിന്യം ഒഴുക്കി വിടുന്ന മണമാണ് ഞങ്ങൾക്ക് വരുന്നത്. ഒരാളും വന്ന് വെള്ളം പോലും കുടിക്കില്ല. ഞങ്ങൾക്ക് പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുടിച്ചു പോണതാണ്. എന്തെങ്കിലും സാറന്മാർ ഇത് ചെയ്തെന്ന ഉപകാരം. ഇതുവരെ ശ്വാസം മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടായി പണം കൊണ്ട് കെടുക്കാൻ പറ്റിട്ടില്ല. സന്ധ്യയാകുമ്പോഴെങ്കിലും നമുക്കത് കയറി കെടുക്കണ്ടേ. മണം കൊണ്ട് കെടുക്കാൻ പറ്റൂല. 1 മണിയാകുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റായിരിക്കും. എന്ത് ചെയ്യും വയസ്സന്മാര് കഷ്ടപ്പെടുക തന്നെ വരെ കിടന്ന്.
ഇവര് എന്ത് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. കാരണം വെച്ചാല് ഇവിടെ എന്ത് പറഞ്ഞിട്ടും ഇയാള് ഈ പറഞ്ഞ അവിടെ ചെന്ന് ഒച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. എനിക്കിവിടെ ജീവിക്കണം, ആൾക്ക് ജീവിച്ചോട്ടെ. രണ്ട് വശമുള്ള ആൾക്കാർ ജീവിക്കണില്ലേ, ഒരു വശമുള്ള ആൾക്കാർ ജീവിക്കണില്ലേ. ഇതിപ്പോ നമുക്ക് ഈ അയലന്തരത്തൊക്കെ രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ മറവിലാണ് ഇതൊക്കെ ചെയ്യണത്. ഇന്നലെ വെളുപ്പിന്, അന്നേരം 12 മണിക്ക്. സ്മെല്ലെന്ന് പറഞ്ഞാൽ അപാര സ്മെല്ലാണ്, സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്, വേറെ ഒന്നുമല്ല. അത് അയാൾ ഇവിടെ അല്ല താമസിക്കണതേ, അയാൾ വലിയടത്തും താമസിക്കണത്. ഞങ്ങൾ ഈ അയലൊക്കെ എടുത്താണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇവിടെ മാത്രമല്ല, ഇങ്ങനെ പരക്കും. ഈ തോട്ടിലേക്കാണ് വിടുന്നത്. തോട്ടിലേക്ക് വിടാൻ ശരിക്കും പാടില്ല. ശരിക്കും തോട്ടിൽ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചാണാൻ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങളൊരു വീട്ടിലൊരു പാത്രം കഴിയണ വെള്ളം ഈ തോട്ടിലേക്ക് അങ്ങനെ പോകാൻ വേണ്ടി വെച്ചാൽ മുനിസിപ്പാലിറ്റിക്കാർ അടച്ചു കളയും. അങ്ങനെ ഇതിപ്പോൾ ഇതവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നടത്തറ പാണഞ്ചേരി മേഖലയിലെ 2 CPM പ്രാദേശിക നേതാക്കൾ BJPയിൽ. മണ്ണുത്തി മുൻ ഏരിയ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസൻ, മുൻ ലോക്കൽ കമ്മിറ്റി അംഗം KG ബൈജു എന്നിവരാണ് BJPയിൽ ചേർന്നത്. ഇവരോടൊപ്പം 20 CPM പ്രവർത്തകരും BJPയിൽ അംഗത്വമെടുത്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി സുജയ് സേനൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തിരുവില്ലാമല സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചതായി UR പ്രദീപ് MLA. നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപ അനുവദിച്ചതായി MLA അറിയിച്ചു. തിരുവില്ലാമല വില്ലേജ് ഓഫീസ് കെട്ടിടം ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഓഫീസിൽ കൂട്ടിയിട്ട ഫയലുകൾക്കിടയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ശ്രീരാമനവമി മഹോത്സവത്തിന്റെ ഭാഗമായി രഥയാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. ജനുവരി 31 മുതൽ മാർച്ച് 27 വരെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടക്കുന്ന രഥയാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത്. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് രഥയാത്ര നടത്തുന്നത്. മഞ്ജുലാൽ പരിസരത്തെത്തിയ രഥയാത്രയെ മഠാധിപതി ശ്രീശക്തി ശാന്താനന്ദ മഹർഷിയുടെ നേതൃത്വത്തിൽ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. NGO അസോസിയേഷൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ ടൗൺ ബ്രാഞ്ച് പ്രസിഡന്റ് മൃദുൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TG രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം PU ശ്രീകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ C ജെയിംസ്, ജില്ലാ വനിതാ ഫോറം കൺവീനർ KS ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ സത്യാവസ്ഥ കൃത്യമായി അറിയുന്നവര് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്കറിയാം ഇത് ആരെ ഉദ്ദേശിച്ചാണ് ഈ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം കൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കുമോ? റമദാനിലെ അവസാന 10 ദിവസങ്ങളുടെ ആത്മീയ ധന്യതയിൽ ഇഹ്തികാഫ് ആചരിച്ച വിശ്വാസികൾ. ഒരു ദിവസമോ പല ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ചു സമയമെങ്കിലും പ്രാർത്ഥനാ നിർഭരമായി പള്ളിയിൽ കഴിയുന്നതാണ് ഇഹ്തികാഫ് എന്ന് പറയുന്നത്. പ്രവാചകൻ റമദാനിലെ അവസാന 10 ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി അല്ലാഹുവിനെ ആരാധിക്കാൻ പള്ളികളിൽ ഏകാഗ്രതയോടെ കഴിയുന്നതാണ് ഇഹ്തികാഫിന്റെ ആത്മാവ്. പുണ്യ റമദാനിലെ അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരാരാധനയാണ് ഇഹ്തികാഫ് എന്നുള്ളത്. ഭൗതികമായ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായി അള്ളാഹുവിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ചിന്തകളെയും കാതുകളെയും കണ്ണുകളെയും സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള പള്ളിയിൽ ഇരിക്കുന്ന ഒരു ഇബാദത്തിനാണ് ഇഹ്തികാഫ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച്
റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 ദിവസങ്ങൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫ് എന്ന് പറയുന്ന ആരാധനയുമായി കൂടുതൽ പള്ളിയിൽ ചെലവഴിക്കുമായിരുന്നു. തിരക്കേറിയ ജീവിതത്തിൽ നിന്നും മാറി കുറച്ചു സമയമെങ്കിലും ശരീരവും മനസ്സും പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിക്കുന്ന ആത്മീയ അനുഭവമായി വിശ്വാസികൾ ഇഹ്തികാഫിനെ കാണുന്നു. ഒഴിവാക്കാനാവാത്ത ആവശ്യങ്ങൾക്കായി മാത്രമാണ് പള്ളിക്ക് പുറത്തേക്ക് പോകുന്നത്. ആത്മസംസ്കരണം, സ്വയം വിചാരണ, തൗബ അഥവാ പശ്ചാത്താപം, ഖുർആൻ പാരായണം, ദിക്റുകൾ, പ്രാർത്ഥനകൾ, നിസ്കാരം തുടങ്ങിയ വിവിധ ആരാധനകൾക്കുള്ള അവസരമാണ് ഇഹ്തികാഫ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ആറാട്ടുപുഴ ശാസ്താവിന് പഴുക്കാമണ്ഡപം സമർപ്പണം തിങ്കളാഴ്ച നടക്കും. തിരുവാതിര വിളക്കിനും തറക്കൽ പൂരത്തിനും ശേഷം ആറാട്ടുപുഴ ശാസ്താവിനെ ഇറക്കി എഴുന്നള്ളിക്കുന്നതിനു വേണ്ടിയാണ് പഴുക്കാമണ്ഡപം നിർമ്മിച്ചത്. ആറാട്ടുപുഴ സ്വദേശിയും ശില്പിയുമായ ശ്രീകുമാർ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് പഴുക്കാമണ്ഡപം രൂപകൽപ്പന ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ചത്. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ക്ഷേത്ര ഉപദേശക സമിതി തീരുമാനിച്ചു. പൂരം ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ തെറ്റായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അനുമതി നിഷേധിച്ചതിൽ സമിതി ആശങ്ക രേഖപ്പെടുത്തി. 2008 മുതൽ എല്ലാ വർഷവും ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് വെടിക്കെട്ട് നടത്താറുള്ളത്. ക്ഷേത്ര പത്തായപ്പുരയിൽ കൂടിയ അടിയന്തര യോഗത്തിൽ സമിതി പ്രസിഡന്റ് മനോജ് മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സാങ്കേതിക സഹായത്തോടെ അരിമ്പൂർ പഞ്ചായത്ത് തയ്യാറാക്കിയ സ്പർശം വെബ് ആപ്ലിക്കേഷൻ വയോജനങ്ങൾക്ക് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ അധ്യക്ഷത വഹിച്ചു. 6248 വയോജനങ്ങളുടെ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാക്കുക. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലിജ സന്തോഷ്, സ്പർശം കോർഡിനേറ്റർ VK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തലോർ തൈക്കാട്ടുശ്ശേരി വല്ലച്ചിറ റോഡ് നവീകരിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു എന്നിവർ സംസാരിച്ചു. ഇഞ്ചകുണ്ട ലൂർദുപുരം ഗവൺമെന്റ് UP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി BP അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ജനൻ, മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, പ്രധാന അധ്യാപിക റിൻസി ജോൺ, PTA പ്രസിഡന്റ് ഷാജി തോമസ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 57 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K കരുണ, വകുപ്പ് മേധാവി M രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന ടെക്നിക്കൽ സെഷനിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരും വിദ്യാർത്ഥികളും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വഴിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണമാല ഉടമസ്ഥന് നൽകി മാതൃകയായ പുതുരുത്തി സ്വദേശി മണികണ്ഠനെ BJP ആദരിച്ചു. BJP ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ഏരിയ പ്രസിഡന്റ് രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഷാൾ അണിയിച്ചു. മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് ലഭിച്ച 4 പവനോളം തൂക്കം വരുന്ന സ്വർണമാലയാണ് മണികണ്ഠൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കാൻ തയ്യാറെടുത്ത തൃശൂർ കോർപ്പറേഷൻ മാർച്ച് അവസാനത്തോടെ പ്രവർത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് ഏറ്റവും അനുയോജ്യം നിലവിലെ സാഹചര്യമാണ്. തോടുകളും ചാലുകളും മറ്റും വെള്ളം വറ്റിക്കിടക്കുന്നതിനാൽ അവിടങ്ങളിലെ മണ്ണും ചെളിയുമടക്കം നീക്കം ചെയ്യാൻ സാധിക്കും. ഇതിനു പുറമെ ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചണ്ടിയും പായലും നീക്കും. ഇതിനാവശ്യമായ യോഗങ്ങൾ നേരത്തെ ചേർന്നുവെന്ന് മേയർ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ നേരത്തെ പ്രവൃത്തികൾ തുടങ്ങാൻ തീരുമാനിച്ച ഭരണസമിതിയെ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ അനുമോദിച്ചു. അതേസമയം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടിയിരുന്ന വാർഡ് തല സമിതി രൂപീകരണം, കൌൺസിലർമാർക്ക് കൃത്യമായ നിർദ്ദേശം, ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തൽ എന്നിവ ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ആക്ഷേപം ഉന്നയിച്ചു. നഗരപരിധിയിലെ കെട്ടിടങ്ങൾക്ക് ആരോഗ്യ വിഭാഗം നൽകേണ്ട ട്രേഡ് ലൈസൻസ് പുതുക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം അകറ്റണമെന്ന് കൌൺസിലർമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു.
1500ഓളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളെ കെ സ്മാർട്ടിലേക്ക് മാറ്റിയപ്പോൾ താമസം എന്ന് തെറ്റായി രേഖപ്പെടുത്തി. ഇതുമൂലം ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വിഷയത്തിൽ തൽക്കാലം 6 മാസത്തേക്ക് ലൈസൻസ് പുതുക്കി നൽകാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. എന്നാൽ 6 മാസത്തിനുള്ളിൽ പ്രത്യേക സമിതി രൂപീകരിച്ച് സർക്കാരിനെ സമീപിച്ച് നിജസ്ഥിതി മനസ്സിലാക്കി വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ എ പ്രസാദും വ്യക്തമാക്കി. TCV തൃശൂർ. തിരുവില്ലാമല കണ്ണിയാർക്കോട് കരിങ്കുറ്റി അയ്യപ്പൻകാവിലെ താലപ്പൊലി ആഘോഷത്തിന് കൊടിയേറി. മേൽശാന്തി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര പരിപാലന സമിതി സെക്രട്ടറി പി കൃഷ്ണപ്രസാദ്, പ്രസിഡന്റ് മാധവൻകുട്ടി എന്നിവർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. മേളത്തിന് കുത്താമ്പുള്ളി മോഹനൻ പ്രമാണം വഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച 7ാമത് ജോസഫ് ചെറിയാൻ മെമ്മോറിയൽ സംസ്ഥാനതല ഫോട്ടോഗ്രഫി മത്സരത്തിൽ കിഴക്കേ കോടാലി സ്വദേശി സുനിൽ പുണർക്ക പ്രോത്സാഹന സമ്മാനത്തിന് അർഹനായി. സൗഹൃദം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു മത്സരം. ഞായറാഴ്ച എറണാകുളം മുളന്തുരുത്തി സ്നേഹഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി രൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. സിലിണ്ടറുകളുടെ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ കർശന നടപടികൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാ അംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും നിലപാട്. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂരിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.